2015 മോഡലും 2014 മോഡലും വി ഓപ്ഷൻ ഇന്നോവകളുമായിട്ടാണ് നമ്മൾ സെയിലിൽ കൊടുക്കുന്നത്. അതും രണ്ടും സിൽക്കി ഗോൾഡ് കേട്ടോ. ഇന്നോവയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളറാണ് സിൽക്കി ഗോൾഡ്. ഇത് 2015 മോഡൽ വി ഓപ്ഷനിൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് കേരളത്തിൽ നമ്പർ ആയിട്ടുള്ളത് കേട്ടോ. ഇനി എടുക്കുന്ന ആൾ സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത് കേട്ടോ. അതേപോലെ 2014 മോഡൽ വി ഓപ്ഷൻ ഈ വാഹനം നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് നിങ്ങൾ പറയുന്ന ഏത് ആർടി ഓഫീസിൽ ആണെങ്കിലും നമ്പറാക്കി കൊടുക്കാൻ കഴിയും. ഈ രണ്ട് വാഹനങ്ങളും മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന മെക്കാനിക്കലാണ് കേട്ടോ. ഈ 2015 മോഡലിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ വരാം കേട്ടോ. ഡയമണ്ട് കട്ട് അലോയ്സാണ് 2015 മോഡലിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ കേട്ടോ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് കേരളത്തിൽ നമ്പർ ആയിട്ടുള്ളത്. ഇനി എടുക്കുന്ന ആൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരിക കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 2 കടുപ്പത്തൻ ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 40-50% ബാക്ക് ടയറും വരുന്നുണ്ട് കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാൻ കഴിയുന്ന വാഹനമാണ്. ഈ വാഹനത്തിന് മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും കാണിക്കാൻ കഴിയില്ല കേട്ടോ. ഇത് ഇൻ്റർകൂളർ എഞ്ചിനല്ല, സാധാ എഞ്ചിനാണ് വരുന്നത്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, അതേപോലെ ബാക്ക് ഡിക്കി റീപ്ലേസ്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അപ്പോൾ ഈ 2015 സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ വരട്ടെ. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് നിലവിൽ ചെറിയൊരു സ്ക്രാച്ച് പോലും കാണിക്കാൻ കഴിയില്ല. സസ്പെൻഷൻ പരമായിട്ട് നിങ്ങൾക്ക് ഒരു വർക്കും ഉണ്ടാവില്ല. മാക്സിമം നമ്മൾ എല്ലാ വർക്കും മാക്സിമം തീർത്ത് വെച്ചിട്ടുണ്ടോ. സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിലവിൽ സ്ക്രാച്ച് പോലും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. ടയർ ഭാഗങ്ങൾ പറഞ്ഞു ബാക്ക് സൈഡ് ഒരു 35% വരുന്നുള്ളൂ. ഫ്രണ്ട് ഒരു 2 കടുപ്പത്തൻ ടയർ ഭാഗങ്ങളാണ് വരുന്നത്. അതേപോലെ ഈ ഹാൻഡിൽ ക്രോം കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ടിൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴേ ഒരു യു ക്രോം ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ഡിക്കിൻ്റെ അടിഭാഗത്തൊരു ഡിക്കി പട്ട ആഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ പിന്നെ കമ്പനി വരുന്നതാണ്. ഒരു ഫോർച്യൂണർ ടൈപ്പ് നമ്മൾ ബാക്ക് വൈപ്പറും കൊടുത്തിട്ടുണ്ട്. ഡീഫോഗർ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. സൈഡ് എക്സ്റ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഇൻറ്റീരിയർ ഭാഗങ്ങളാണ് കേട്ടോ. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് വൈസ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ. അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. 8 സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ. സീറ്റ് വൈസ് കാര്യങ്ങൾ റൂഫ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു എടുത്ത് പറയേണ്ട സംഭവം തന്നെ കേട്ടോ. ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ്. ടച്ചിങ് കാര്യങ്ങളൊക്കെ എന്തായാലും കാര്യം ഉണ്ടാവും. അതർ സ്റ്റേറ്റ് വാഹനങ്ങളല്ലേ. അപ്പോൾ ഓവർ ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അതേപോലെ ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ എൻജിൻ സൈഡൊക്കെ പക്കയാണ്. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പുറത്തെ സൈഡ് ബോണറ്റിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ. ഇപ്പോൾ ഈ 2015 മോഡൽ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 15 മോഡൽ എന്നൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ടെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ചാണ്. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഡിക്കി ഓൺലി ചേഞ്ച് കേട്ടോ. വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഡിക്കി ഭാഗത്താണെങ്കിലും ഫ്രണ്ട് എഡ്ജ് ഭാഗത്താണെങ്കിലും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. നല്ല ഗ്യാരണ്ടിയാണ്. ഒരു 2 ലാഖൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ഈ വാഹനത്തിന് മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളില്ലാന്നല്ലേ നമുക്ക് 100% ഗ്യാരണ്ടി തരാം. മെക്കാനിക്കലി നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി. അതേപോലെ 2014 മോഡൽ നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. അത് നിങ്ങൾ പറയുന്ന ഏത് ആർടി ഓഫീസിൽ ആണെങ്കിൽ നമുക്ക് നമ്പറാക്കി തരാൻ കഴിയുന്ന വാഹനമാണ് കേട്ടോ. സിൽക്കി ഗോൾഡ് കളർ തന്നെ വരുന്നത്. ഇത് 7 സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ. 2015 മോഡൽ 8 സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ. ഈ വാഹനത്തിന് മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു ഡൗൺ കോട്ട് പെയിൻറ്റിങ് നമ്മൾ ഈ വാഹനത്തുമ്പോൾ ചെയ്തിട്ടുണ്ട്. നമുക്കിത് അത്യാവശ്യം നല്ലൊരു റേറ്റ് കമ്മി തന്നെയാണ് ഈ വാഹനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 8,35,000 രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും. 2014 വി ഓപ്ഷൻ കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ. 2014 മോഡലാകുമ്പോൾ ഡയമണ്ട് കട്ട് അലോയ്സ് വരില്ല. സാധാ നമുക്ക് 2012, 13 ആ ഒരു മോഡലിൽ വരുന്ന അലോയ്സാണ് വരുന്നത് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70-80% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. സൈഡ് ബോഡി കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഒരു ഡൗൺ കോട്ട് പെയിൻറ്റിങ് അടിച്ചിട്ടുണ്ടെങ്കിലും മെക്കാനിക്കൽ പരമായിട്ടും എൻജിൻ സൈഡും ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോഴേ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡ് ഭാഗങ്ങളിലുള്ളത്. നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിലില്ല. ഒരു ബമ്പർ സ്കേർട്ട് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തുമ്മേ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ ഡാഷ്ബോർഡ് കാര്യങ്ങൾ അതേപോലെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ
അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്ലോർ മാറ്റ് കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. ഈ 2 സീറ്റിനും ഹാൻഡ് റെസ്റ്റ് ഇല്ല കേട്ടോ. ബാക്ക് സീറ്റിൽ നമുക്ക് എക്സ്ട്രാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയും. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്. മെക്കാനിക്കലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെക്കാനിക്കലാണ്. ഇൻ്റർകൂളർ എൻജിനാണ്. എൻജിൻ ഭാഗമൊക്കെ പക്കയാണ് കേട്ടോ. ഇപ്പോൾ 2014 മോഡൽ കിലോമീറ്റർ ഓടിയുള്ളത് 1,96,000 കിലോമീറ്ററാണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. നിങ്ങൾ എടുക്കുന്ന ഏത് ആർട്ടിഫിസ്കോ ആണെങ്കിലും നമ്പറാക്കി തരാൻ കഴിയും. 4ാമത്തെ ഓണർഷിപ്പിലാണ് നിങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ 8,35,000 രൂപയ്ക്ക് നമുക്ക് ഇത് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. അതേപോലെ 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ. ടൈമും കെട്ട അലവൻസും കാര്യങ്ങളൊക്കെ 2015 മുതലാണ് തുടങ്ങുന്നത്. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 10,10,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.